സമീർ വാങ്കഡെ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത്, മലയാളികളുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്ന ഒരു ദിവസം മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെന്റിൽ ഫുൾ പേജ് ഭയങ്കര ഗംഭീരമാണ്. ഇയാളൊരു സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഓർമ്മയിൽ. സമീർ വാങ്കഡെ എന്ന പേര് കേട്ട പിന്നെ ഇതിനേക്കാൾ മുന്നേ എനിക്ക് വരിക ആ ഫ്രണ്ട് പേജാണ്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ഇയാൾ സൂപ്പർ ഹീറോ ആണെന്ന് പറയുന്ന തൊട്ട് പിന്നാലെ ഈ ഷാരൂഖ് ഖാൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നു. 24 വയസ്സേ ഉണ്ടായിരുന്നല്ലോ ചെറുപ്പക്കാരനെന്ന് ഓർക്കണം. 24 വയസ്സ് 22 ദിവസം ജയിലിൽ കിടന്നു. എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നത്? അതായത് ലോകത്ത് തന്നെ ഏതെങ്കിലും മനുഷ്യർക്കുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന, ജനിച്ചത് തൊട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഈ എലീറ്റ് കിഡ്, ഈ പറയുന്ന ഒരിക്കൽ പോലും ആ സുഖസൗകര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഈ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ, കോടതികളിൽ 22 ദിവസം ജയിലിൽ. അപ്പം നമ്മൾ അന്ന് വായിച്ച ഒരുപാട് വാർത്തകളിൽ ഈ ഷാരൂഖ് ഖാൻ സാധാരണ ഒരു പിതാവായിട്ട് ആളുകളെ വിളിക്കുന്നു, വക്കീലന്മാരെ കാണുന്നു, എങ്ങനെയൊക്കെയോ പാടുപെട്ടിട്ട് എന്നാൽ ഇയാൾ ഇറങ്ങി 22 ദിവസത്തിന് ശേഷം ഒരു തെളിവുമില്ല എന്നാണ് ഇയാൾക്ക് ശേഷം, ഈ സമീർ വാങ്കഡയ്ക്ക് ശേഷം വന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പിന്നീട് അന്വേഷിച്ചത്. ഒരു തെളിവുമില്ല. അതായത് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്ന നമ്മൾ കണ്ട സമീർ വാങ്കഡയാണ് കുഴപ്പക്കാരൻ എന്നതിലേക്ക് എത്തുകയും ഏതാണ്ട് അതാണ് വിശ്വസനീയം എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് വരികയും ചെയ്തു. അന്നും നമ്മുടെ ശ്രദ്ധയിലുള്ളൊരു കാര്യം, ഹർഷൻ പറയുന്ന പോലെ ഈ ഷാരൂഖ് ഖാനെ നമ്മൾ വളരെ ചെറിയ പ്രായം തൊട്ട് കണ്ട, അയാളുടെ മുറിച്ച മുറി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇയാളുടെ മുഖം കാണുമ്പോൾ. ഈ അന്ന് കുറച്ചുകൂടെ ഷാരൂഖ് ഖാൻ്റെ ചെറുപ്പത്തിലുള്ള കോലത്തിലാണ്. വളരെ ശാന്തനായിട്ടാണ് ഈ നമ്മൾ ചില ഫോട്ടോസെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കേസുമായിട്ടൊക്കെ പോകുമ്പോഴൊക്കെ വളരെ ശാന്തനായിട്ടാണ്, പിന്നെ മാസ്കൊക്കെ വെച്ചിട്ടാണ് കോടതി ഇറങ്ങി വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ ആണ് ഇയാൾ അതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ഈ അന്വേഷണ ഏജൻസി അപ്പാടെ തന്നെ കളിയാക്കുന്നുണ്ടോ, അതിൻ്റെ ആംഗിൾ എന്താണെന്നും പറയാൻ നമ്മൾ കാണാത്തതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇത് കൊള്ളാമല്ലോ ഈ ചെറുപ്പക്കാരൻ എന്ന തോന്നൽ ഒന്നുകൂടി ഉറച്ചു. സംഗതി അയാൾക്ക് നെപ്പോട്ടിസവും ഷാരൂഖ് ഖാൻ്റെ മകനൊക്കെയാണ്. പക്ഷേ പലതരത്തിലുള്ള മറ്റേതെങ്കിലും ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്ന് ഇയാൾ സംവിധാനം ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം സാധാരണ ഈ സൂപ്പർ താരങ്ങളുടെ മക്കൾ നേരെ വന്നിട്ട് അഭിനയിക്കുകയാണല്ലോ ചെയ്യുക. ചെറിയ പ്രായത്തിൽ വന്ന് അഭിനയിച്ച് ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളായിരുന്നു ഏറ്റവും ഗംഭീരമായിട്ടൊരു ഹിറ്റ് ഉണ്ടാക്കി കൊടുക്കും, അവർ അടുത്ത ആളുകളായിട്ട് അങ്ങ് പോകും. പക്ഷേ ഇയാൾ സംവിധാനം എന്ന പണിക്കാണ് ആദ്യം പോയിരിക്കുന്നത്. അതും സിനിമയല്ല ചെയ്തിരിക്കുന്നത്, നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസാണ് എന്ന് ആലോചിക്കും. അതുമാത്രമല്ല ഈ ബോളിവുഡിനകത്തെ കഥയാണ് ചെയ്തിരിക്കുന്നത്. ഇയാൾ തിരക്കഥ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ സവിശേഷതയാർന്ന കാര്യങ്ങൾ. ഇവർ ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നത് അച്ഛൻ ഷാരൂഖ് ഖാനും ഗൗരി ഖാനും ഈ സഹോദരിമാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ വർത്തമാനം കാണാം. അപ്പോൾ എനിക്ക് തോന്നി ഈ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമയിലുള്ള പോലെ അന്ന് 24ാമത്തെ വയസ്സിൽ അനാവശ്യമായിട്ട് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടപ്പോൾ എന്തെങ്കിലും ഒരു പണി ഞാൻ നിനക്ക് തരും എന്നയാൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് കലാകാരനായതുകൊണ്ട് കലയിലൂടെ കൊടുത്തു എന്ന് കണ്ടിട്ട്, ഇത് സമീർ വാങ്കഡെ പറഞ്ഞാൽ നമ്മൾ അറിയില്ലായിരുന്നു. സമീർ വാങ്കഡെ ഏതായാലും അതിൻ്റെ അകത്തൊരു അദ്ദേഹത്തിനൊരു പബ്ലിസിറ്റി കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും 2 കോടിക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ നിലക്ക് നന്നായി എന്ന തോന്നലാണ് എനിക്കുള്ളത്. പിന്നെ